അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വാലി. 15-ാമത്തെ ജുസിൻ്റെ 2-ാമത്തെ ഭാഗത്ത് സൂറ അൽ കഹ്ഫിലെ 74 ആയത്തുകളാണ് വരുന്നത്. സൗകര്യം പരിഗണിച്ച് ഈ സൂറ മുഴുവനായിട്ട് ഈ ഭാഗത്ത് വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും ഓതാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സൂറയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓതി നല്ല പരിചയമുള്ള ഒരു സൂറ കൂടിയാണ്. സൂറ തുടങ്ങുന്നത് തൻ്റെ അബ്ദിൻ്റെ മേൽ കിതാബിനെ അവതരിപ്പിച്ച അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ. തൊട്ട് മുമ്പുള്ള സൂറ, ഈ ജുസിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വിശദീകരിച്ച സൂറ ബനി ഇസ്രായേൽ അഥവാ സൂറ ഇസ്രായിൻ്റെ തുടക്കത്തിൽ സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. സുബ്ഹാനല്ലാ എങ്ങനത്തെ അള്ളാഹുവാണ്? അള്ളാഹു വളരെ പരിശുദ്ധൻ. എങ്ങനത്തെ അള്ളാഹു? അള്ളാഹുവിൻ്റെ വിശേഷണം പറയുന്നത് സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. മസ്ജിദുൽ ഹറാമിൽ നിന്ന് തൻ്റെ അബ്ദിനെ നിശാപ്രയാണം ചെയ്യിപ്പിച്ച അള്ളാഹു. ഇവിടെ തൻ്റെ അബ്ദിൻ്റെ മേൽ കിതാബ് ഇറക്കിയ അള്ളാഹു. രണ്ടിടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൂചിപ്പിക്കുന്നത് അബ്ദ് എന്ന പദത്തിലൂടെയാണ്. അത് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ കോൺട്രാസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഉന്നതമായ അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ടാണ് റസൂലുള്ളാഹി അബ്ദ് എന്ന് പറയുന്നത്. നിശാപ്രയാണം ചെയ്യിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വലിയ സ്ഥാനത്തെ കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട്, അതുപോലെ കിതാബ് അവതരിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അവതരിപ്പിക്കുന്നവൻ എന്നുള്ള സ്ഥാനത്തെ കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട് അത് റിസീവ് ചെയ്യുന്ന സ്ഥാനം അത് അബ്ദാണ്. അതുപോലെ യാത്ര ചെയ്യിപ്പിക്കുന്ന അള്ളാഹുവിനെ കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട് യാത്രക്ക് കൊണ്ടുപോകുന്ന അബ്ദായ റസൂലുള്ള. ഈ സൂറയും മക്കി കാലഘട്ടത്തിൻ്റെ അവസാനങ്ങളിൽ ഇറങ്ങിയതാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് മക്ക മുശ്രിക്കുകളിലും അഹ്ലു കിതാബുകാരിലൊക്കെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഈ കിതാബിൽ എന്തെങ്കിലും വക്രത ഉള്ളതുകൊണ്ടല്ല, കിതാബ് വളരെ സ്ട്രെയിറ്റാണ്. അവർ സ്വീകരിക്കാത്തത് അല്ലെങ്കിൽ അവർ വിശ്വാസികളാകാത്തത് നിൻ്റെ ഒരു കുഴപ്പം കൊണ്ടല്ല. നീ അവരെ പിന്നാലെ കൂടിയിട്ട് നിന്നെ നശിപ്പിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. അത് നിൻ്റെ പ്രശ്നമല്ല. പിന്നീട് അള്ളാഹു ഇതിൽ 4 കഥകൾ പറയുന്നുണ്ട്, 4 സംഭവങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഈ സൂറയിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഭാഗങ്ങൾ. ഒന്നാമത്തത് അസ്ഹാബുൽ കഹ്ഫാണ്. അതിൽ നിന്നാണ് ഈ സൂറക്ക് അങ്ങനെ പേര് കിട്ടുന്നത്, ഗുഹാവാസികളുടെ കഥ. അത് കഴിഞ്ഞിട്ട് തോട്ടക്കാരൻ്റെ കഥ പറയുന്നുണ്ട്. 2 തോട്ടക്കാർ, അവരുടെ കഥ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മൂസ അലൈഹിസ്സലാം ഒരു യാത്ര ചെയ്ത സംഭവം. അതും കഴിഞ്ഞിട്ട് ദുൽഖർനൈൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ രാജാവിൻ്റെ സഞ്ചാരങ്ങൾ. ഇങ്ങനെ 4 ശ്രദ്ധേയമായ കഥകൾ ഇതിൽ വരുന്നുണ്ട്. ഈ കഥകൾക്കിടയിൽ കുറച്ച് കാര്യങ്ങൾ അള്ളാഹു പറയാണ്. ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ അള്ളാഹു ഈ കിതാബ് അവനാണ് അവതരിപ്പിച്ചത് എന്നും ഇതിൽ വക്രതയില്ല, നിൻ്റെ കുഴപ്പം കൊണ്ടല്ല അവർ ഇതിലേക്ക് വരാത്തത് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭൂമിയിൽ അള്ളാഹു സീനത്ത്, ഭൂമിയെ തന്നെ അള്ളാഹു സീനത്താക്കിയിരിക്കുകയാണ്. ഭൂമിയിലുള്ളതെല്ലാം സീനത്താണ്, അലങ്കാരമാണ്. എന്തിനു വേണ്ടി? ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഏറ്റവും നല്ല രീതിയിൽ ആരാണ് പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിൽ അള്ളാഹു അലങ്കാരങ്ങളെ വെച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭൂമിയിലെ സീനത്തിൽ മഞ്ഞളിച്ചുകൊണ്ട്, കണ്ണ് മഞ്ഞളിച്ചുകൊണ്ട്, വെറും ദുന്യവിയായ താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിത് ശ്രദ്ധിക്കുന്നില്ല. അവർക്കും ഈ ഖുർആനിനിടയിൽ മറയുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും, ഈ സൂറയിൽ കാണാൻ കഴിയും. അള്ളാഹു പറയുന്നത് അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥയിലൂടെ. അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്നത് ഗുഹാവാസികളായിട്ടുള്ള കുറച്ച് ആളുകളാണ്. വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കഥയായിരുന്നു. ഈ കഥ ക്രൈസ്തവർക്കിടയിൽ പോപ്പുലറാണ്. ഈ പോപ്പുലറായിട്ടുള്ള കഥയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്ന, ഖുർആനിലൂടെ വിശദീകരിക്കേണ്ടി വരുന്നത്, അള്ളാഹു അത് വിശദീകരിക്കുന്നത് ചോദ്യങ്ങളിലൂടെ ഈ കഥ റസൂലിൻ്റെ അടുത്ത് എത്തുന്നത് കൊണ്ടാണ്. ഇതിന് അസ്ഹാബുൽ കഹ്ഫ് ആരാണ്, അതിനെക്കുറിച്ച് പറയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ ദുൽഖർനൈനെക്കുറിച്ച് പറയുന്നതും അതും ബൈബിളിലുള്ള ഒരു കഥയാണ്. യസ്അലൂനക അൻ ദുൽഖർനൈൻ, അവർ ദുൽഖർനൈനെക്കുറിച്ച് ചോദിക്കുന്നു എന്ന് പറഞ്ഞാണ് പറയുന്നത്. അപ്പോൾ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടി ആയിക്കൊണ്ടാണ് ഇത്തരം കഥകൾ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ഈ കഥകളൊക്കെ നേരത്തെ തന്നെ പോപ്പുലറാണ്. ആ കഥയെ ആധാരമാക്കിയിട്ടാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ കഥകൾ നേരത്തെ അറിയാവുന്ന കഥ അതുപോലെ വള്ളി പൊള്ളി തെറ്റാതെ പറയുന്ന ഒരു രീതി അല്ല ഖുർആൻ അവലംബിക്കുന്നത്. കഥ പറയല്ല ചെയ്യുന്നത്. ഖുർആൻ അതിന് വിപരീതമായിട്ട് ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഈ കഥകൾ അവതരിപ്പിക്കുകയാണ്. ഖസസ് എന്ന് പറയുന്നത് തന്നെ അതാണ്, ഒരു പർപ്പസ്
ഉദ്ദേശിച്ചുകൊണ്ട് ആ പർപ്പസിന് വേണ്ടിയിട്ട് ആ കഥയെ അവലംബിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കഥയിൽ എംഫസൈസ് ചെയ്യപ്പെടുന്ന ഭാഗങ്ങൾ നേരത്തെ പോപ്പുലർ ടെയിലിലുള്ള ആളുകൾ പറഞ്ഞു നടക്കുന്ന കഥയിലുള്ളതുപോലെ ആകണമെന്നില്ല. ഉദാഹരണത്തിന് യൂസുഫ് അലൈഹി സ്വലാമിനെ കുറിച്ച് അവർ ചോദിച്ചു, യൂസുഫിൻ്റെ സഹോദരങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഖുർആൻ അത് പ്രതിപാദിച്ചു. സൂറ യൂസുഫ് വിശദീകരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതാണ്. ആ സമയത്ത് സഹോദരങ്ങളെ എംഫസൈസ് ചെയ്തുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്. യൂസുഫിനെതിരെ സഹോദരങ്ങൾക്കുണ്ടായ അസൂയയെക്കുറിച്ച്. ആ കാര്യം പൊതുവെ ആ കഥയിൽ ശ്രദ്ധേയമായിരുന്നില്ല. 12 ഗോത്രങ്ങൾ, ബനു ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾ യാക്കൂബിൻ്റെ മക്കളാണ്. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ കഥ ഖുർആൻ പറയുമ്പോൾ യൂസുഫിനോട് മറ്റുള്ള ആളുകൾക്കുണ്ടായിരുന്ന അസൂയയെക്കുറിച്ച് ഊന്നിക്കൊണ്ട് കുറേ പറയുന്നുണ്ട്. ആ ഒരു സംഗതിയെ നന്നായിട്ട് വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അവസാനിക്കുന്നിടത്തൊക്കെ യൂസുഫ് അലൈഹി സ്വലാമിനെ അവർ തിരിച്ചറിയുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളത് വിശദീകരിച്ചതാണ്. അതുപോലെ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ കൂടുതൽ താല്പര്യം കാണിച്ചിരുന്ന, അവരെത്ര കാലം അവിടെ ഉറങ്ങി, അവരെത്ര പേരുണ്ടായിരുന്നു, അവരുടെ വിശേഷണങ്ങൾ എന്തൊക്കെ, അവരുടെ പേരെന്തൊക്കെ, ഇതൊന്നും ഖുർആൻ പറയുന്നില്ല. മാത്രമല്ല ഇതൊന്നുമല്ല വിഷയം എന്ന് ഖുർആൻ ഊന്നിപ്പറയുകയൂടെ ചെയ്യുന്നുണ്ട്. അവരെത്ര പേരോ ആയിക്കോട്ടെ, അവരെത്ര കാലമോ താമസിച്ചോട്ടെ, പക്ഷേ വിഷയം മറ്റൊന്നാണ് എന്നുള്ള രീതിയിൽ അവരെക്കുറിച്ച്, അവരുടെ കഥ ഒരു പർപ്പസ് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്. മെയിനായിട്ട് ആ കഥയിലൂടെ പറയുന്നത് ഒരു വിശ്വാസി സമൂഹത്തിൽ, പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് ചെയ്ത് കുറച്ച് ആളുകളാണ് റസൂലിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. മക്കയിലെ കാലഘട്ടമാണ്. ഈ ആളുകൾ എങ്ങനെ സംരക്ഷിക്കപ്പെടും, ഈ ആളുകളെ അള്ളാഹു എങ്ങനെ ഗൈഡ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ കഥയിലൂടെ തന്നെ അള്ളാഹു പറയുന്നുണ്ട്. അസ്ഹാബുൽ കഹ്ഫ് കുറച്ച് ആളുകളാണ്. അവരെക്കുറിച്ച് അള്ളാഹു പറയുന്നത് കുറച്ച് യുവാക്കളെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചേർന്നതും ഇസ്ലാമിൻ്റെ ഒരു ചര്യ തന്നെയും യുവാക്കളായിട്ടുള്ള ആളുകളും സമൂഹത്തിൽ അപ്രസക്തരായിട്ട് കണ്ടിരുന്ന ആളുകളൊക്കെയാണ് പ്രവാചകന്മാരുടെ ദഅവത്തിന് ആദ്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പറ്റം യുവാക്കൾ അവർ വിശ്വാസികളായി തീരുകയും അവർക്ക് നേരിടേണ്ടി വന്ന മർദ്ദനത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ഒരു ഗുഹയിൽ അഭയം തേടുകയും ചെയ്യുന്നതാണ് ഗുഹാവാസികളുടെ കഥ. ക്രൈസ്തവർക്കിടയിൽ പരിചിതമായിട്ടുള്ള കഥയായിരുന്നു. അവർ ക്രൈസ്തവരാണ് എന്നുള്ള രീതിയിലാണ് ആ കഥയിൽ പിന്നീട് അവരെ ചിത്രീകരിക്കുന്നത്. പക്ഷേ അവർ യഥാർത്ഥ വിശ്വാസികളായിരുന്നു. യഥാർത്ഥ വിശ്വാസികളായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്ന അവർക്ക് രക്ഷപ്പെടേണ്ടി വന്നു. ആ നാട്ടുകാരുടെ ഇടയിൽ നിന്നും അവർക്ക് ഒളിച്ച് താമസിക്കേണ്ടി വന്നു. അള്ളാഹു പറയുന്നു, നഹനു നഖുസ്സു അലൈക നബാഹും ബിൽ ഹക്ക്, ഹക്കോടുകൂടെ, ഒരു പർപ്പസോടുകൂടെ, ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശത്തോടുകൂടെ ഈ കഥയെ നാം നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം എന്ന് പറയുന്നു. ഇന്നഹു ഫിയത്തുൻ ആമനു ബി റബ്ബിയും, ഒരു പറ്റം യുവാക്കളാണ്. അവർ റബ്ബിൽ അവർക്ക് ഈമാനുണ്ടായി. വസിദ്നാഹും ഹുദ, റബ്ബിൽ അവർക്ക് ഈമാനുണ്ടായപ്പോൾ അള്ളാഹു അവർക്ക് ഹുദന്നെ, സന്മാർഗത്തെ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ വൈഡാക്കി കൊടുത്തു. നേരായ മാർഗത്തെ അള്ളാഹു അവർക്ക് ഈസി ആക്കി കൊടുത്തു, വൈഡാക്കി കൊടുത്തു. അവർ പോയി ചെന്നെത്തുന്നതൊക്കെ നേർമാർഗം മാത്രമായി. മാത്രമല്ല അവർ ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബാണ് എന്ന് പ്രഖ്യാപിക്കുന്നതോടുകൂടെ വറബത്തുന അലാ ഖുലൂബിയും, അവരുടെ കൽബിന് അള്ളാഹു നല്ല ഉറപ്പ് നൽകി. ഇങ്ങനെയൊക്കെ അള്ളാഹു അവർക്ക് നൽകി. ഈ കാര്യങ്ങൾ പറയുന്നതിലൂടെ മറ്റൊന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട്. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടിയ ആളുകൾക്ക് അവർക്ക് സന്മാർഗത്തിൽ വർധനവുണ്ടാകും, കൽബിന് നല്ല ഉറപ്പുണ്ടാകും. അതുപോലെ അള്ളാഹു പറഞ്ഞു, വഇദ് ഇഅ്തസൽതുമൂഹും വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത ജനങ്ങൾ ആരാധിച്ചിരുന്നൊക്കെ അവരെ കയ്യൊഴിഞ്ഞപ്പോൾ ഫൗവു ഇലൽ കഹ്ഫ്, ഒരു ഗുഹയിൽ അള്ളാഹു അവർക്ക് അഭയം നൽകി. യൻഷുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതി വയുഹയ്യിലക്കും മിൻ അംരിക്കും മിർഫഖ, റബ്ബ് രക്ഷിതാവ് അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് വിശാലമായി നൽകുകയും അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്ന് അള്ളാഹു അവരോട് പറഞ്ഞു. അങ്ങനെ അള്ളാഹു അവരെ ഗുഹയിൽ കുറേ കാലം ഉറക്കിക്കെടുത്തി. ഗുഹയിൽ അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ഇത് അള്ളാഹുവിൻ്റെ ഒരു ആയത്താണ്. എന്നാൽ ആയത്തുകളുടെ കൂട്ടത്തിൽ വളരെ വിചിത്രമായ ഒരു ആയത്തൊന്നുമല്ല. അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്കങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ഇത് അള്ളാഹുവിൻ്റെ ഒരു സവിശേഷമായ ആയത്താണ്, ഒരു സംഭവമാണ്. അങ്ങനെയൊന്നുമല്ല, ഇത് റിപ്പീറ്റബിളാണ്. ഇത് വീണ്ടും നടക്കും. എങ്ങനെയാണ് ഗുഹയിൽ അള്ളാഹു അവരെ സംരക്ഷിച്ചത് എന്നുള്ളതൊക്കെയാണ് ഈ ഗുഹാവാസികളുടെ കഥ പറയുമ്പോൾ അള്ളാഹു പറയുന്നത്. വിശദമായിട്ട് ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. വിശദമായ തഫ്സീർ വിശദീകരിക്കുന്ന സമയത്ത് നമുക്ക് ആ കാര്യങ്ങളൊക്കെ പറയാം. ഇവരുടെ കഥ ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്,
ഇവരുടെ കാര്യത്തിൽ, ഇവരുടെ എണ്ണത്തിൻ്റെ വിഷയത്തിൽ തർക്കിക്കുന്ന ആളുകളുണ്ട്, അവരെത്ര കാലം താമസിച്ചു എന്നുള്ള വിഷയത്തിൽ തർക്കിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദ, നാളെ ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്യും എന്ന് പറഞ്ഞു പോകരുത്. ഇല്ലാ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുന്നത് മാത്രമേ നടക്കൂ, അള്ളാഹുവിൻ്റെ മഷിയത്ത് മാത്രമേ നടക്കൂ എന്ന് ഈ കഥയുടെ ഒരു സാരമായിട്ട് അള്ളാഹു പറയുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്നത് മാത്രമേ നടക്കൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന് നിങ്ങൾ പറയരുത്. അഥവാ നിങ്ങൾ അള്ളാഹുവിനെ മറന്നു പോവുകയാണെങ്കിൽ വദ്കുർ റബ്ബക ഇദാ നസീത്ത്, നിങ്ങൾ മറക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുക. മറ്റൊരു വ്യാഖ്യാനം കൂടെ ഈ പ്രയോഗത്തിനുണ്ട്. ഇദാ നസീത്ത, നിങ്ങൾ മറക്കുമ്പോഴാണ് വദ്കുർ റബ്ബക, നിങ്ങൾ റബ്ബിനെ ഓർക്കുന്നത്. നിങ്ങളെല്ലാം മറക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ റബ്ബിനെ ഓർക്കുന്നത്. വഖുൽ അസാ യഹ്ദിയനി റബ്ബി ലിയഖ്റബ മിൻ ഹാദാ റഷദ, എൻ്റെ റബ്ബ് ഇതിനേക്കാൾ സന്മാർഗത്തോട് അടുത്ത കാര്യത്തിലേക്ക് എന്നെ നയിച്ചേക്കാമെന്ന് മാത്രം നിങ്ങൾ പറയുക. നിങ്ങൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തെ വിസ്മരിച്ചുകൊണ്ട് ഒരു കാര്യവും ചെയ്യും നടക്കും എന്ന് നിങ്ങൾ പറയരുത്. അസ്ഹാബുൽ കഹ്ഫിൻ്റെ ഖിസ്സയ്ക്ക് ശേഷം രണ്ടാമത്തെ ഖിസ്സ, 2 തോട്ടക്കാരുടെ കഥ. ഈ കഥയുടെ ഇടയിലായിട്ട് അള്ളാഹു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ അള്ളാഹു കിതാബിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ കിതാബ് അള്ളാഹു ഇറക്കിയതാണ്, അതിൽ വക്രതയില്ല. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു അസ്ഹാബുൽ കഹ്ഫിൻ്റെ കിസ്സ പറഞ്ഞതിന് ശേഷം വീണ്ടും അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ കിതാബിൽ യാതൊരു മാറ്റവും ഇല്ല. അതുപോലെ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അവനോട് ദുആ ചെയ്യുന്ന ആളുകളുടെ കൂടെ നിൻ്റെ നഫ്സിനെ പിടിച്ചു നിർത്തണം, അവരുടെ കൂടെ നിൽക്കണം. വലാ തഅദു ഐനാകന്നും തുരീദു സീനത്തൽ ഹയാത്തി ദുന്യ, ദുന്യാവിൻ്റെ അലങ്കാരങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് നിൻ്റെ കണ്ണുകൾ അവരെ വിട്ട് മാറിപ്പോകാതിരിക്കട്ടെ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇത് വിശ്വാസികൾക്ക് കൊടുക്കുന്ന വലിയൊരു പാഠാണ്. മറ്റു വിശ്വാസികളോടൊപ്പം അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടിയ അല്ലെങ്കിൽ വിശ്വാസികളായി തീർന്ന ആളുകളോടൊപ്പം നിങ്ങൾ നിൽക്കണം. നിങ്ങളുടെ കണ്ണ് ദുന്യാവിൻ്റെ അലങ്കാരങ്ങളിലാകരുത്. വലാ തുതീ മൻ അഗ്ഫൽനാ കൽബ്, ഹൃദയം അള്ളാഹുവിൻ്റെ സ്മരണയെ വിട്ടിട്ട് അകന്നുപോയ അശ്രദ്ധാലുക്കളിൽ പെട്ടുപോയ ആളുകളുടെ അവരെ നിങ്ങൾ പിൻപറ്റരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ച അള്ളാഹുവിൻ്റെ കിതാബിനെ തള്ളിയ ആളുകളൊക്കെ ദുനിയാവിൻ്റെ അലങ്കാരങ്ങളിൽ വഞ്ചിതരായ ആളുകളാണ്. വളിരിബ് ലഹു മസല റജുലൈനി ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈനി മിൻ അഅനാബിൻ, 2 മുന്തിരിത്തോട്ടങ്ങൾ നൽകിയ ഒരാളുടെ കഥ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ അള്ളാഹു പറയാണ്. 2 മുന്തിരിത്തോട്ടങ്ങളുണ്ട്, അദ്ദേഹത്തിന് വലിയ കൃഷിയിടമുണ്ട്, അതിലുപരി ഈന്തപ്പന കൊണ്ട് വലയം ചെയ്ത ഭാഗങ്ങളുണ്ട്, അതിലൊക്കെ എപ്പോഴും ഫലങ്ങൾ കിട്ടും. സമ്പന്നമായ കൃഷിയിടവും തോട്ടങ്ങളുള്ള ഇയാൾ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തുകൊണ്ട് തോട്ടത്തിൽ പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം ചെയ്ത അക്രമം എന്താണ്? ഇതൊക്കെ എൻ്റെ മികവ് കൊണ്ടുണ്ടായതാണെന്നും ഇതൊന്നും നശിച്ചു പോകാൻ സാധ്യതയില്ലെന്നും നശിക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് ഏറ്റവും നല്ലത് കിട്ടുമെന്നൊക്കെയുള്ള അഹങ്കാരം. അദ്ദേഹത്തോട് മറ്റൊരു തോട്ടക്കാരൻ, നല്ലവനായൊരു തോട്ടക്കാരൻ പറയുന്നുണ്ട്, നീ നിൻ്റെ തോട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, നിൻ്റെ നിലപാട് അതായിരുന്നെങ്കിൽ, അള്ളാഹു ഉദ്ദേശിച്ചതൊക്കെ ഉണ്ടാവും, അവനല്ലാതെ യാതൊരു കഴിവുമില്ല എന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് അവനോട് ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ അഹങ്കാരിയായ ആ തോട്ടക്കാരന് സംഭവിക്കുന്നത് അവൻ്റെ എല്ലാം നശിച്ചു പോവുകയാണ്. വൗഹീത ബി സമരിഹി ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി അലാ മാ അൻഫഖ ഫിഹാ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ, അതെല്ലാം വലയം ചെയ്യപ്പെട്ടു. അവിടെ ശിക്ഷ ഇറങ്ങി മേൽപ്പുരയോടെ പന്തലോടുകൂടെ എല്ലാം വീണ് അടിഞ്ഞുപോയി. ആ സമയത്ത് തോട്ടത്തിൽ പ്രവേശിച്ച അവൻ വിലപിക്കുന്നതായിട്ട് അള്ളാഹു പറയുന്നു. വയഖൂലു യാ ലൈതനീ ലം ഉശ്രിക് ബി റബ്ബി അഹദ, എൻ്റെ റബ്ബിനോട് ഞാൻ ഒന്നിനെയും പങ്കു ചേർത്തില്ലായിരുന്നെങ്കിൽ, ഷിർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ. എന്താണ് ഈ തോട്ടക്കാരൻ ചെയ്ത ഷിർക്ക്? അള്ളാഹുവിൻ്റെതാണ് എല്ലാം, അവൻ്റെ കഴിവ് കൊണ്ടാണ്, ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് അവൻ അംഗീകരിക്കാതിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതവന് ഓർമ്മ ഉണ്ടായിരുന്നില്ല. മാഷാ അള്ളാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ, നല്ലവനായ തോട്ടക്കാരൻ അതാണ് ഇവനെ ഉപദേശിച്ചുകൊണ്ടിരുന്നത്, നിനക്കങ്ങനെയാണ് നീ ചിന്തിക്കേണ്ടത് എന്ന്. പക്ഷെ അവൻ അഹങ്കരിക്കുകയാണ് അതിന് പകരമായിട്ട് ചെയ്തത്. അതുകൊണ്ട് ദുനിയാവിൻ്റെ അലങ്കാരവും ദുനിയാവിൻ്റെ സീനത്തൊക്കെ കുറേ ആസ്വദിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വന്ന് ഭവിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് അള്ളാഹു ഇതിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വളിരിബ് ലഹു മസലൽ ഹയാത്തി ദുന്യ, ദുന്യാവിൻ്റെ മസല്, ദുന്യാവ് എങ്ങനെയാണ് എന്നവർക്ക് വിശദീകരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് ആകാശത്തുനിന്ന് മഴ പെയ്യുന്നതിനെയും ആ മഴയിലൂടെ ഭൂമിയിൽ സസ്യങ്ങൾ വളരുന്നതും പിന്നീട് കാറ്റുകൾ പറത്തിക്കളയുന്ന തുരുമ്പായിട്ട് തീരുന്നതും ഒക്കെ അള്ളാഹുവിടെ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്.
അതോടൊപ്പം അൽമാലു അൽബനൂനു സീനത്തുൽ ഹയാത്തി ദുന്യ, മാല് സമ്പത്തും സന്താനങ്ങളും, അതുപോലെ ബനൂൻ സന്താനങ്ങൾ, ഇതെല്ലാം ദുന്യാവിൻ്റെ സീനത്താണ്. എന്നാൽ ബാക്കിയാകുന്ന സ്വാലിഹാത്ത്, വൽ ബാക്കിയാത്തു സ്വാലിഹാത്ത്, അവശേഷിക്കുന്ന സാലിഹാത്ത്, അതാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുള്ളതും പ്രതീക്ഷയുള്ളതും എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് ഇബിലീസിൻ്റെ കിസ്സയെ ജസ്റ്റ് പരാമർശിക്കുന്നുണ്ട്. വൈദ് ഖുൽനാലിൽ മലായിക്കത്ത് സുജൂദുലി ആദമ, ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് പറഞ്ഞ സന്ദർഭത്തിൽ ജിന്നിൽപ്പെട്ട ഇബിലീസ്, അങ്ങനെ ഒരു പരാമർശം ഇവിടെ മാത്രമാണ്. ജിന്നിൽപ്പെട്ട, കാനമിനൽ ജിന്ന്, അവൻ ജിന്നിൽപ്പെട്ടവനാണ് എന്ന് പറയുന്നത് ഇവിടെ മാത്രമാണ്. ഫസജദു ഇല്ല ഇബിലീസ കാനമിനൽ ജിന്ന്, ജിന്നിൽപ്പെട്ട ഇബിലീസ് സുജൂദ് ചെയ്തില്ല. അഫത്തത്തഹിദൂനോ അതുര്യത്തോ ഔലിയാ മിന്ദൂനി, അവനെയും അവൻ്റെ ഔലിയാക്കളെയുമാണോ എന്നെ വിട്ടിട്ട് നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ജിന്നിൽപ്പെട്ട നിങ്ങളുടെ പിതാവായ ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ വിസമ്മതിച്ചവനായ, മനുഷ്യർക്കൊരു ശത്രുവായിട്ട് അള്ളാഹു നിയോഗിച്ചവനായ അവനെയും അവൻ്റെ കൂട്ടാളികളെയും ആണോ നിങ്ങൾ പിൻപറ്റുന്നത്? ബീസലില്ലാലിമീൻ അബദൽ, അക്രമികൾക്ക് പകരം കിട്ടിയത് എത്ര ചീത്ത എന്ന് അള്ളാഹു പറയാണ്. തുടർന്ന് അള്ളാഹുവിൻ്റെ റസൂലുമാർ അവരുടെ ദൗത്യം ഇൻദാറാണ്, വാണിംഗ് നൽകലാണ് എന്നും അതിനെ സ്വീകരിക്കുന്നവരാരാണ്, തിരസ്കരിക്കുന്നവരാരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം മൂസ അലൈഹിസ്സലാമിൻ്റെ ഖിസ്സ തുടങ്ങുകയാണ്. മൂസ അലൈഹിസ്സലാം തൻ്റെ ഭൃത്യനോടൊത്ത് യാത്ര ചെയ്യുകയാണ്. അള്ളാഹു ചില ഹക്കായിക്കുകൾ അറിയിച്ചു കൊടുക്കാൻ വേണ്ടി മൂസ അലൈഹിസ്സലാമിന് നിർദ്ദേശം നൽകിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൃത്യനുമായിട്ട് മൂസ അലൈഹിസ്സലാം യാത്ര ചെയ്യുന്നത്. അങ്ങനെ അള്ളാഹു പറഞ്ഞ വ്യക്തിയെ മൂസ അലൈഹിസ്സലാം കണ്ടെത്തും, അള്ളാഹുവിൻ്റെ ഒരു അബ്ദിനെ കണ്ടെത്തും, അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ വേണ്ടി അനുവാദം ചോദിക്കും. അങ്ങനെ അദ്ദേഹം താങ്കൾക്ക് ക്ഷമയോടെ എൻ്റെ കൂടെ നിൽക്കാൻ കഴിയില്ല എന്ന് മൂസ അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാമിനോട് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ മൂസ അലൈഹിസ്സലാം ക്ഷമയോടെ നിൽക്കാമെന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ സംഭവിക്കുന്ന 3 സംഭവങ്ങളാണ്. ആദ്യത്തെ സംഭവം, ഒരു കപ്പലിൽ കയറി കപ്പലിനെ അദ്ദേഹം കേടുവരുത്തുകയാണ്. അതിനുശേഷം ഒരു കുട്ടിയെ കൊല്ലുകയാണ്. മൂന്നാമത്തത്, നല്ലവരല്ലാത്ത ഒരു ജനങ്ങളുള്ള സ്ട്രീറ്റിൽ അവരുടെ ഒരു അവരുടെ ഒരു ചുവര് ശരിയാക്കി കൊടുക്കുകയാണ്. ഭക്ഷണം ചോദിച്ചിട്ട് ഭക്ഷണമൊന്നും കൊടുക്കാതിരുന്ന ഒരു മോശപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ നന്നാക്കി കൊടുക്കുകയാണ്. ഈ സമയത്തൊക്കെ മൂസ അലൈഹിസ്സലാമിന് ക്ഷമ നഷ്ടപ്പെടുന്നുണ്ട്. അവസാനം 3ാമത്തെ സമയത്ത് അദ്ദേഹം പറയും, ഹദാ ഫിറാഖു ബൈനിയ ബൈനക്ക്, ഇവിടെ നിന്ന് നമ്മൾ പിരിയാണ്, താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങളുടെ തെവീൽ, അതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അമ്മ സഫീനത്ത്, എന്താണ് കപ്പലിൽ സംഭവിച്ചത് അത് പറഞ്ഞു കൊടുക്കും. കപ്പൽ നശിപ്പിച്ചതിൻ്റെ ഹിക്മത്ത് എന്താണ്, കുട്ടിയെ കൊന്നതിൻ്റെ ഹിക്മത്ത് എന്താണ്, അതുപോലെ ഈ ചുവര് ശരിയാക്കിയതിൻ്റെ ഹിക്മത്ത് എന്താണ്, എല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. കപ്പൽ പിടിക്കുന്ന കൊള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്. അതുപോലെ മാതാപിതാക്കൾക്ക് ഉപദ്രവമില്ലാതിരിക്കാൻ വേണ്ടി, കുട്ടി മോശമായിട്ട് വളരുന്നത് കാരണം മാതാപിതാക്കൾക്ക് ഉപദ്രവമില്ലാതിരിക്കാൻ വേണ്ടി കുട്ടിയെ കൊന്നതാണ്. അതേപോലെ 3ാമത്തെ സംഭവം, ചുവര് ശരിയാക്കി കൊടുത്ത് അതിൻ്റെ അടിയിൽ ഒരു നിധിയുണ്ടായിരുന്നു. സ്വാലിഹായ ഒരാളുടെ മക്കൾക്ക് വേണ്ടി അദ്ദേഹം ഒരുക്കി വെച്ച നിധി, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുകയാണ്. ഇതിലൂടെ നമ്മൾ ക്ഷമയോടെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ എല്ലാ തീരുമാനത്തിലും തൃപ്തിയോടെ നിൽക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഹിക്മത്തുകളെക്കുറിച്ച് അള്ളാഹു പറയാണ്. മക്കയിലുള്ള അവസ്ഥയിൽ വിശ്വാസികൾക്ക് വലിയ ആശ്വാസം നൽകുന്ന പാഠം അതിലുണ്ട്. എക്കാലത്തുമുള്ള വിശ്വാസികൾക്കുള്ള വലിയ പാഠവും അതിലുണ്ട്. ഇതിനെ തുടർന്ന്, ഈ സംഭവത്തെ തുടർന്ന് തന്നെയാണ് ദുൽഖർനൈനിൻ്റെ സംഭവം പറയുന്നത്. ഈ സൂറയിലെ 4ാമത്തെ ഖിസ്സ. ആദ്യം അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ പറഞ്ഞു, അതിനുശേഷം തോട്ടക്കാരുടെ സംഭവം പറഞ്ഞു, 3ാമതായിട്ട് മൂസ അലൈഹിസ്സലാമിൻ്റെ ഖിസ്സ പറഞ്ഞു. അവസാനമായിട്ട് 4ാമത്തെ ഖിസ്സ ഈ സൂറയിൽ വരുന്നത് ദുൽഖർനൈനിൻ്റെ ഖിസ്സയാണ്. വയസ്സലൂനക അൻ ദിൽ ഖർനൈൻ, അവർ നിന്നോട് ദുൽഖർനൈനിനെ പറ്റി ചോദിക്കുന്നു. അപ്പോൾ അള്ളാഹു പറയുന്നത്, ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റ, അദ്ദേഹത്തെപ്പറ്റി ഒരു ദിക്ർ, നിങ്ങൾക്ക് ഗുണപാഠം കിട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അദ്ദേഹത്തിന് ഭൂമിയിൽ എല്ലാവിധ വിഭവങ്ങളും നൽകി. അങ്ങനെ അദ്ദേഹം 3 ദിക്കുകളിലേക്ക് യാത്ര ചെയ്തതായിട്ട് പറയുന്നു. അദ്ദേഹം ആദ്യം ഒരു വഴിയിൽ പോയി,
അങ്ങനെ അദ്ദേഹത്തിന് എത്തിപ്പെടാൻ പറ്റുന്ന അവസാനം വരെ എത്തി. അങ്ങനെയുള്ള 3 യാത്രകൾ. നേരത്തെ മൂസാ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ യാത്രയിൽ 3 സംഭവങ്ങളാണ് പറയുന്നത്. അതുപോലെ ദുൽഖർനൈൻ്റെ യാത്രയിലും 3 ഘട്ടങ്ങളാണ് പറയുന്നത്. ഈ 3 ഘട്ടങ്ങൾക്ക് ഒടുവിലായിട്ട് അവസാനത്തെ യാത്രയിലാണ് അദ്ദേഹത്തോട് ആളുകൾ യഅ്ജൂജ് മഅ്ജൂജിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടി മതിൽ കെട്ടിക്കൊടുക്കാൻ വേണ്ടി പറയുന്നു. ആളുകളുടെ സഹായം അദ്ദേഹം തേടിക്കൊണ്ട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യം ചെയ്തു കൊടുക്കുന്നു. ആദ്യം പറഞ്ഞ ഖിസ്സയിൽ അസ്ഹാബുൽ കഹ്ഫിലെ യുവാക്കൾ അവിടെയുള്ള ഭരണാധികാരികളെ പേടിച്ച് ഓടിയതാണെങ്കിൽ, ഇവിടെ ഭരണാധികാരിയായിട്ടുള്ള ദുൽഖർനൈൻ ചെയ്യുന്ന നന്മകളെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ആധിപത്യം കിട്ടിയപ്പോൾ അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി മാത്രം ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആത്മകഥത്തിലും അദ്ദേഹം പറയുന്നതിലൊക്കെ ആ കാര്യങ്ങൾ വ്യക്തമാണ്. ഈ ഖിസ്സയോടുകൂടെ ഈ സൂറയുടെ 4 ഖിസ്സകളും കഴിഞ്ഞ് പിന്നെ അവസാനത്തെ ഒരു കൺക്ലൂഷൻ ഭാഗം മാത്രമാണ്. അവിടെ അള്ളാഹു വിശ്വാസികളെക്കുറിച്ചും അവിശ്വാസികളെക്കുറിച്ചുമാണ് പറയുന്നത്. ദുനിയാവിൽ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിക്കാതെ അള്ളാഹുവിൻ്റെ ആയാത്തുകളെ നിഷേധിക്കുകയും അവൻ്റെ ലിഖായിനെ തള്ളുകയൊക്കെ ചെയ്തിട്ട് നന്മയാണ് ചെയ്യുന്നത് എന്ന് കരുതി ദുനിയാവിൽ പല അമലും ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും വലിയ നഷ്ടക്കാരെന്നും, ഇന്നല്ലദീന ആമനു അമലു സാലിയാത്തി കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, എന്നാൽ ഈമാനും അമലു സാലിയാത്തുമുള്ള ആളുകൾക്ക് ഒരു സൽക്കാരമായിക്കൊണ്ട് അള്ളാഹു ജന്നാത്ത് നൽകുന്നതാണ് എന്നും, അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ എഴുതാൻ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ എഴുതാൻ കടലിലെ വെള്ളം മുഴുവനും മഷിയായി കഴിഞ്ഞു കഴിഞ്ഞാലും അത് മതിയാകില്ല എന്നും, ഒടുവിലായിട്ട് ഖുൽ ഇന്നമാ അനാ ബശറും മിസ്ലുക്കും യൂഹ ഇലയ്യ, ഞാൻ ഒരു ബഷറാണ് നിങ്ങളെപ്പോലെ, എന്നാൽ എനിക്ക് വഹീ നൽകപ്പെടുന്നുണ്ട്, അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹു ഒരൊറ്റ ഇലാഹാണ്. ഫമൻകാന യർജു ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ലിഖാ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നന്മ ചെയ്യട്ടെ, അമലുസാലിയാത്ത് ചെയ്യട്ടെ, അവൻ്റെ ഇബാദത്തിൽ, റബ്ബിനുള്ള ഇബാദത്തിൽ ഒരു പങ്കും ഒരു ശിർക്കും ചെയ്യാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറ അവസാനിക്കുന്നത്.